ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. വീഡിയോ എടുക്കാതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ പൊന്നിനെ ഡേ കെയറിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നാൾക്ക് മുമ്പ് ചെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പൊന്നു അന്ന് ഇച്ചിരി അവിടെ ചെറുതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ ഇച്ചിരി വളരെ ബാക്കിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ആളൊന്ന് റെഡിയായി വന്നിട്ട് ഇവിടെ കൊണ്ടേ ആക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കരച്ചിലൊക്കെ ആയിരിക്കും എന്ന്. അങ്ങനെയായിട്ട് നമ്മൾ അതങ്ങനെ പറഞ്ഞിട്ട് പോന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, മറ്റേ ജോലിക്ക് വേണ്ടി ഒരാളെ വേണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അമ്മയും കുഞ്ഞിനായിട്ട് അവർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നമ്പർ കൊടുത്തിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ അതേ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് അവർ രണ്ടാഴ്ച ഒരാൾ ലീവിന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോട്ടെ, ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ, ഈ ശനിയാഴ്ച കൂടെ വരെയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പോയതുകൊണ്ടാട്ടോ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നേ ഇപ്പോൾ എന്താ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം വെളുക്കുന്നതിനുള്ള ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തക്കാളിയും കാപ്പിപ്പൊടി പഞ്ചസാരയും ഇവ മൂന്നും നമ്മൾ യോജിപ്പിച്ച് നമ്മളൊരു മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുഖത്ത് തേച്ചെടുക്കുക. മുഖത്ത് തേച്ചെടുക്കുന്നത് നമ്മൾ കറുത്ത ഭാഗങ്ങളിലെല്ലാം തേച്ച് കൊടുക്കുക. കറുത്ത കഴുത്തിൻ്റെ ഇവിടെ ബാക്ക് വശമൊക്കെ നമ്മൾ കറുത്ത ഭാഗങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന കേട്ടോ. ഡെയിലി അല്ല, 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നവർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് അറിയാത്തവരും ഉണ്ടാവില്ല കേട്ടോ, മിക്കവർക്കും തന്നെ അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വേറെ എന്നാ വിശേഷം? എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ തക്കാളിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടതേ. ഇതാട്ടോ ആ സംഭവം. അപ്പോൾ അതെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇതാട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വെളുക്കും. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ ചെറിയ കുരുക്കളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, വെളുത്ത് നമ്മൾ ഞെക്കുമ്പോൾ ഒരു വെള്ള കുരു പോലെ ഇങ്ങനെ പൊങ്ങുന്നില്ലേ, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ കഴുത്ത് തേക്കുന്നില്ല കേട്ടോ, കഴുത്ത് തേച്ച് ഞാൻ ഡ്രസ്സൊക്കെ ചീറ്റുക. അപ്പോൾ മുഖത്ത് മാത്രം ഞാൻ തേച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ തേക്കുവാണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തേച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മസാജ് ചെയ്തിട്ട്, ഞാൻ കൈ കൊണ്ടാട്ടോ തേച്ചില്ല, വേറെ ഒരു സാധനം കൊണ്ടല്ല കേട്ടോ തേച്ചത്. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പതിയെ ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. ഈ കാപ്പിപ്പൊടി നല്ല തരിയല്ലാത്തതുകൊണ്ട് നമുക്ക് മുഖത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും. അപ്പോൾ പതിയെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് നല്ല മിനുസം ഉണ്ടാകും. പിന്നെ നല്ല തിളക്കവും, പിന്നെ നന്നായിട്ട് വെളുക്കൂട്ടാം. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കറിയാവുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അവർ ചെയ്തിട്ട് അവരെ കാണുമ്പോൾ എന്നോട് പറയും അത് തേച്ചിട്ട് നല്ല റിസൾട്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒന്ന് തേച്ച് നോക്കുക. അപ്പോൾ തേച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇതെല്ലാവർക്കും തേക്കാവുന്ന കേട്ടോ, മറ്റേ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ഇത് തേക്കാം. ഞാൻ ചേട്ടയുടെ മുഖത്ത് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിനി ഞാൻ എന്ത് തേച്ചാലും കുഞ്ഞിനി ഓടി വരും. ഓടി വന്നിട്ട് കുഞ്ഞിനി തേക്കും കേട്ടോ. കുഞ്ഞിനി തേച്ചിട്ട് കുഞ്ഞിനിയും പറഞ്ഞു കുട്ടും തേക്കും കേട്ടോ. കുട്ടും അങ്ങനെ മാറി നിൽക്കില്ല, എന്നാലും പുള്ളിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പുള്ളിക്ക് അത്രയ്ക്കും അങ്ങോട്ട് വെളുക്കാനും അങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷേ കുഞ്ഞിനിക്ക് അങ്ങനെയല്ല, കുഞ്ഞിന് നന്നായിട്ട് വെളുക്കണം എന്നുള്ളൊരു ആളാട്ടോ. നമ്മുടെ പൊന്നു ബാക്കിലിരുന്ന് ചുമക്കുന്നുണ്ട്. പൊന്നിന് ഞാനൊരു പഴംപൊരി കൊടുത്തോണ്ട് ഇരുത്തേക്കുക. പൊന്നിന് ഡേ കെയറിൽ പോയിട്ട് പൊന്നു കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, കരച്ചിലിടയ്ക്കൊക്കെ ഉണ്ട്, പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി ഒരാഴ്ച കൊണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ജോലിയിലേക്കൊക്കെ പോയി. അപ്പോൾ ഡേ കെയറിൽ പോയി ജോലി നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതൊക്കെ നടന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. തേച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണേ. അപ്പോൾ നമ്മളിത് തേച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ വെളുത്തിട്ടുണ്ടോ ഇല്ലയെന്നതേ കണ്ടോ? ഇപ്പം എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ?
അപ്പോൾ വെളുത്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്താ നിങ്ങളുടെ തേച്ചിട്ട് നിങ്ങൾ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ നമുക്ക് ഇനി വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.